ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും വാർത്തയുമാണ് പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ പരാതിക്കാരനായ ഒരു അഖിൽ കൂടി ചേരുന്നുണ്ട്. അഖിൽ, എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? എത്ര മാസമായി എന്താണ് അഖിലിന് നേരിടേണ്ടി വന്ന അനുഭവം? അനുഭവം എന്ന് വെച്ചാല് ഈ വായിൽ ഉപ്പിടുക അതൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഈ അടി പിന്നെ ഇപ്പൊ പാന്റ് അയച്ചിട്ട് പരസ്പരം അങ്ങാട്ടും ഇങ്ങാട്ടും ഇത്തിരി വൃത്തിയിലാണ് പിടിച്ചോണ്ട് നിൽക്കുക. അത് തന്നെ പച്ചക്ക് പറയാല. എത്ര പേരാണ് നിങ്ങളുടെ ടീമിലുള്ളത് നിലവിൽ ഈ കൊച്ചി ബ്രാഞ്ചിൽ? 10-30 പേരുണ്ടായിരുന്നു. ഈ 10-30 പേർക്കും ഈ സമാനമായ അനുഭവമാണോ? എന്താണ് നിങ്ങൾക്ക് നൽകുന്ന ടാർഗറ്റ് എന്താണ്? 2000 താഴേക്ക് ആരും ആയി വരരുത്, ബിസിനസ് കുറഞ്ഞു വരരുത്. 2000 മേളിലേക്ക് വേണം ബിസിനസ് ചെയ്യാൻ. ഇപ്പോൾ ഈ കൊച്ചി എവിടെയാ? കടവന്ത്രയിലാണോ ഓഫീസ്? ഇല്ല, ഞാൻ പോയിക്കൊണ്ട് വെച്ചാൽ ആലുവ പൊതിയിലെന്ന് പറഞ്ഞൊരു KSRTC റൂട്ടാണത്. വലിയ എടുത്തില്ലാത്ത റോഡും കൂടിയാണത്. ഓക്കെ, നിങ്ങൾ എവിടെയെങ്കിലും പരാതിപ്പെട്ടിരുന്നോ? ഈ മാനേജ്മെന്റ് തലത്തിൽ എപ്പോഴെങ്കിലും പരാതിപ്പെട്ടിരുന്നോ? പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട. ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പീഡനങ്ങളാണ് നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളത് ഇതുവരെ? ഇത്രയാവുമ്പോ ആ ഒരു ഉറക്കത്തിന് വിളിച്ചെനിക്കും ഇറങ്ങാൻ സമ്മതിക്കൂല. അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ട് ഉണ്ടാവും. പിന്നെ കക്കൂസ് കഴിക്കും. ഈ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ തരത്തിലാണ്? എത്ര മണിക്കാണ് ജോലി തുടങ്ങുക? 6 മണിക്ക് എണീക്കണം. 7 മണിക്ക് 7:15 സർക്കിൾ ഉണ്ടാവും. ആ സർക്കിൾ കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിയുമ്പോ ഇമ്പാക്ട് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടാവും. അത് കഴിഞ്ഞ് 8:15 അല്ലെങ്കിൽ 8:30 അവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് വൈകിട്ട് ഒരു 5:30, 6 മണി, 7 മണിയൊക്കെ ആകുമ്പോ നമ്മ ജോലി നിർത്തി അങ്ങോട്ടേക്ക് തിരിച്ചു വരണം. എന്നിട്ട് ബിസിനസ് കിട്ടില്ലെന്നാണെങ്കിൽ അവരുടെ വക ഒരുപാട് ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവും. അഖിൽ, ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കണ്ടു കാണുമല്ലോ. ഈ ദൃശ്യങ്ങളൊക്കെ ഇത് എവിടെ വെച്ചാണ്? ഈ മാനേജറുടെ റൂമിലാണോ? എവിടെയാണ് ഈ ക്രൂരത ഈ നടക്കുന്നത്? ഈ ദൃശ്യങ്ങൾ എവിടെയാണ്? ഓഫീസിനകത്താണോ? അതെ, ഓഫീസിന്റെ അകത്താണ്. ഈ ബ്രാഞ്ചിന്റെ അകത്തായിട്ടാണ് ഈ ഞങ്ങളൊക്കെ നിക്കണത്. ഞങ്ങൾ നിക്കണ ആ ഹോസ്റ്റലിന്റെ അകത്ത് തന്നെയാണ് ഈ ചെയ്യണത്. ഈ ഇത്രയോ കഠിന ഉപദ്രവമൊക്കെ ഉണ്ടാവുന്നത്. ഇത് എപ്പോഴെങ്കിലും പരാതിപ്പെട്ടതിൽ ആരെങ്കിലും മറുപടി നൽകിയിട്ടുണ്ടോ? ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ നിങ്ങളുടെ കാര്യത്തിൽ? ജോലി നിർത്തണതിന് മുമ്പ് എനിക്ക് ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായിട്ട് എനിക്ക് നല്ല രീതിക്ക് അനുഭവം. ഹോസ്പിറ്റലിൽ വരെ കയറേണ്ടി. എന്നിട്ട് അവിടുത്തെ ഒരു റോഡിലൊരു ചേട്ടനാണ് ഇങ്ങനെ ഒരു പത്രപ്രവർത്തകരൊക്കെ വിളിച്ചു പറഞ്ഞു. അവരെ കൊണ്ട് ഈ ഹുബൈൽ എന്ന് പറഞ്ഞ ഈ പുള്ളിനെ, ഈ മാനേജറിനെ വിളിപ്പിച്ച് പ്രശ്നമൊക്കെ ആക്കിയതാണ്. വേണ്ടെന്ന് പറഞ്ഞു. കാരണം എനിക്കത് ഭയങ്കര അവരത്ര ഒതുക്കി കളയും. നമുക്ക് തിരിച്ച് അവരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒതുക്കി കളയും അവര് കയറിയ മുതല്. അതായത് നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള, നിങ്ങളുടെ ടീമിലുള്ള മുഴുവൻ പേർക്കും ഇത് സഹിക്കേണ്ടി വരുന്നു എന്ന് തന്നെയല്ലേ? നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടത് കഴുത്തിൽ ബെൽറ്റ് ഇട്ട് ഈ തറയിൽ കൂടി നടത്തിച്ചു കൊണ്ടുപോകുന്നു, ഒപ്പം ഉപ്പ് കഴിപ്പിക്കുന്നു, മറ്റെന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത്? പിന്നെ ബെൽറ്റ് ഇട്ടുകൊണ്ടും പോകും. പിന്നെ ഉപ്പ് കഴിപ്പിക്കും. പിന്നെ അതുകൂടാതെ തന്നെ ഈ കഴുത്തിൽ ഈ പട്ടിനെ പോലെ കുറച്ചൊന്നും പോയിട്ട് ഓരോ മതലിന്റെ ഓരോ മൂലക്കും പോയിട്ട് മുള്ളണ പോലെ കാണിക്കാൻ പറയും. പിന്നെ ഈ പാന്റ് അഴിച്ചിട്ട് അങ്ങാട്ടും ഇങ്ങാട്ടും പിടിച്ചോണ്ട് നിൽക്കണം. പച്ചക്ക് പറയാനാണെങ്കിൽ അങ്ങനെ ഞാൻ പറയുള്ളൂ. എനിക്ക് അതിനൊരു കുഴപ്പമില്ല. ഈ അങ്ങാട്ടും ഇങ്ങാട്ടും പിടിച്ചോണ്ട് നിൽക്കണം. പിന്നെ ഈ തറയിൽ ഈ കോയിൻ ഇട്ടിട്ട് നക്കിക്കും. പിന്നെ ഈ ചീനപ്പഴമില്ലേ, ചീനപ്പഴം, അത് താഴെ വെച്ചിട്ട് അതിന്റെ മേത്ത് തുപ്പിയിടും. തുപ്പിയിട്ടിട്ട് നക്കാൻ പറയും. അതിനൊക്കെ കുറെ വൃത്തികെട്ട ഉണ്ട്. പിന്നെ ഈ അടിക്കുക, തന്തക്കും തള്ളക്കും വിളിക്കുക. എത്ര പേരിപ്പോൾ നിലവിൽ ഇത് സഹിച്ചും അവിടെ തുടരുന്നുണ്ട് അഖിൽ? ഞങ്ങളുണ്ടാവുന്ന ബാച്ചില് ഇപ്പൊ അവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. അവിടെ ആരായിട്ട് കോണ്ടാക്ട് വെക്കാണ്ട് അവന്മാര് നമ്പർ കൊടുപ്പിക്കൂല. ഏറ്റവും വലിയ മോശം കാര്യം വെച്ചാൽ ഈ മൊബൈൽ ഫോൺ നമുക്ക് തന്നു വിടൂല എന്നുള്ളതാണ്. മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെയോ? മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. അവർ 6 മാസം ട്രെയിനിങ് കഴിഞ്ഞിട്ടേ മൊബൈൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. വീട്ടിലേക്ക് വിളിക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ ഒരാഴ്ചയൊക്കെ 1 മണിക്കൂറൊക്കെ നമുക്ക് സമയം തരും. 1 മണിക്കൂർ എന്നുള്ള സമയം ഉണ്ട്. അതാണ് രസം. ആദ്യത്തെ ഒരാഴ്ച അവിടെ നമ്മുടെ
വീട്ടിലത്തെ ഇന്നർ വെയർ വരെ കഴുകാൻ വേണ്ടി എന്താണ് അവിടുത്തെ സീനിയർമാരുണ്ടാവും. കാരണം നമ്മളെങ്ങനെ സംസാരിച്ച് വശത്താക്കി വെക്കണമല്ലോ അതിനു വേണ്ടി. പിന്നെ അത് കഴിയുമ്പോ നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് തോന്നുമ്പോഴേ അവര് പിന്നെ അതിനൊക്കെ മാറും. ആ സീനിയർമാരെന്ന് വെച്ചാല് നമ്മളായിട്ടൊക്കെ കുറെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങും. പിന്നെ ഓക്കെ അഖിൽ, മറ്റൊരു കാര്യം, ഇത് നിങ്ങൾക്ക് എത്ര മാസത്തെ കരാറാണ്? ഈ ജോലി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ജോലി വിട്ടു പോരുന്നതിൽ എന്തെങ്കിലും നിബന്ധനയുണ്ടോ, കരാറുണ്ടോ? എനിക്ക് മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചത്. എത്ര നാളത്തെ കരാറുണ്ട് ജോലിയിൽ? പെട്ടെന്ന് ജോലി ഉപേക്ഷിച്ച് പോകുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നോട്ടീസ് പീരീഡോ മറ്റെന്തെങ്കിലും ഉണ്ടോ? ബോണ്ടോ മറ്റെന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അവര് 6 മാസത്തെ ഇതാണ് പറഞ്ഞേക്കണത് അവര്. പക്ഷെ ഈ 6 മാസവും അവര് 6 മാസം മാത്രമല്ല, അവരത് കഴിഞ്ഞിട്ട് അവർ ജോലി എടുപ്പിക്കും. ഒരാളെ മാനേജ് ചെയ്യാനായിട്ടില്ലെന്നും പറഞ്ഞുള്ള പേരിൽ പിന്നെ എടുപ്പിക്കും. ഞാൻ ഈ വീടുകൾ തോറും കയറി ഇറങ്ങിയതുകൊണ്ട് എന്താണ് ഇതേപോലെ ജോലിക്ക് പോണ പിള്ളേരുടെ അപ്പനമ്മമാരെ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. മോനെ ഇതേപോലെ എൻ്റെ മോൻ പോയിട്ട് അവൻ 1.5 കൊല്ലമായിട്ട് ഇപ്പോഴും ബാഗും തൂക്കിക്കൊണ്ട് നടക്കണ 6 മാസം ട്രെയിനിങ് എന്നും പറഞ്ഞ. ഓക്കെ, എത്രയാണ് നിങ്ങളുടെ ശമ്പളം? ശമ്പളം 8,000 തൊട്ട് 10,000 വരെ ആദ്യത്തെ ഉണ്ടാവുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങളോടല്ല, എന്നോട് പറഞ്ഞത് ഈ ഇന്റർവ്യൂവിന് കയറുമ്പോ. എന്നിട്ട് അവിടെ നിന്ന് എന്താണ് ശമ്പളം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്, 8,000 തൊട്ട് 10,000 വരെ. പിന്നെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ശമ്പളം കിട്ടാം. 1 മാസം ആയി കഴിയുമ്പോൾ നമ്മൾ ശമ്പളത്തിന് ചെന്ന് ചോദിക്കുമ്പോൾ അവരോട് നിങ്ങൾക്ക് സാലറി അല്ല സ്റ്റൈപ്പൻഡ് ആണ്, ഇന്ന ഓരോ പ്രോഡക്റ്റിനും ഓരോ വിലയുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 100 രൂപയുടെ പ്രോഡക്റ്റ് നമ്മൾ ഇപ്പോൾ കൊടുക്കണമെങ്കിൽ അതിൽ നിന്ന് ഒരു 20 രൂപ 10 രൂപ വല്ലതും നമുക്ക് അത് വല്ലതും ഉണ്ടാവുമെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ പൈസ ഒന്നും കിട്ടില്ല. ആ തിരിച്ചെന്റെ കുടുംബത്തേക്ക് വന്നത് 1 രൂപ പോലും ഇല്ലാണ്ട് ഞാൻ വന്നത്. അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഈ ജോലി കഴിഞ്ഞതിന് ശേഷം ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനുശേഷമാണ് ഈ നടക്കുന്ന ഈ ക്രൂരത അല്ലേ? ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനത്തെ ക്രൂരതകൾ മൊത്തം കാണും. വളരെ നന്ദി. അവന്മാരുടെ കാറ് കണ്ടോ, വീട് കണ്ടോ, മറ്റേ 4 കോടി ആസ്തിയുണ്ട്, 16 കോടി ആസ്തിയുണ്ട്, എനിക്ക് ഇത്ര കോടിയുടെ കാറുണ്ട്, ഇത്ര രൂപ എൻ്റെ കയ്യിൽ മാസം വരാറുണ്ട്. എന്തിന്? ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ ചെയ്യണ ജോലി പോലും വെറുതെയാണെന്ന് തോന്നിപ്പോവും. എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ന്യൂസ് എന്നെ വിളിച്ചു പറയണില്ലേ, നിങ്ങളതൊരു ജോലിയല്ലേ ചെയ്യണം, അതുപോലും വെറുതെയാണെന്ന് തോന്നി. നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയൊക്കെ ഇല്ലേ, ആകെ കിട്ടുന്ന സാലറി ഈ പുള്ളി 2 ദിവസം 3 ദിവസം കൊണ്ട് ഉണ്ടാക്കുമെന്നവരെ പറഞ്ഞോളൂ. എന്നിട്ട് അതിന്റെ പ്രൂഫാ കാണിച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ എല്ലാ പിള്ളേര് കണ്ണു മഞ്ഞളിച്ച് അവിടെ വീഴണത് തന്നെ. അഖിൽ, ഈ മാനേജർ മാത്രമാണോ ഇതിൽ നിങ്ങളെ ഇങ്ങനെ ക്രൂരത, നിങ്ങളെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് ഒക്കെ ഈ മാനേജർ മാത്രമാണോ? മറ്റാരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ? ഈ മാനേജർ പറഞ്ഞിട്ട് ഈ മാനേജറിന്റെ താഴെ അവന്മാരുണ്ട്, അവന്മാരാണ് ഇരിപ്പിക്കണത്. മാനേജർ പറഞ്ഞിട്ട് പണിഷ്മെന്റ് കൊടുത്തോന്ന് പറയുമ്പോ ഇവന്മാരും ഒന്ന് പണിഷ്മെന്റ് ചെയ്യും. പീഡനത്തിന്, പറ്റാത്ത പണിഷ്മെന്റ്, നമുക്ക് പറ്റാത്ത പണിഷ്മെന്റ് ആണ്. പറ്റൂലെന്ന് പറഞ്ഞാല് അത് പറ്റൂല. ഉബൈർ സാറിന്റെ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് അത് ചെയ്യണം, അത് ചെയ്ത് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാനുള്ളത്. അതെന്തായാലും ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് പറയില്ല. ഞാൻ ഉപ്പന്റെ പാലിടർത്തെന്ന് പറഞ്ഞിട്ട് പോലും അവന്മാർ അത് ഇടിപ്പിച്ചു. അവൻ തുപ്പിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് പോലും എന്നെ കൊണ്ട് കുപ്പിപ്പിച്ചു പോലും അവന്മാർ. എത്ര ആ ഉപ്പ്, ഒരു കയ്യിൽ ഉപ്പെന്ന് പറയുമ്പോ തന്നെ എന്തോരം ഉണ്ടാവും, ഒരു കുന്ന്. ആ വായിലിരിക്കുമ്പോ നമ്മുടെ ഒരു അലിഞ്ഞ് വായിൽ ഇരിക്കണല്ലേ, ഭയങ്കര പ്രശ്നവുമില്ലേ? മനസ്സിലാക്കും. അങ്ങനെ കുറെ അനുഭവിച്ചിട്ടുണ്ട്. രാവിലെ കണ്ണിച്ചോരില്ലാത്തവന്മാരാണ്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയില്ലേ അവന്മാര് പൈസ അയച്ചാനില്ല. ഞാൻ എന്റെ വീട്ടിൽ വിളിച്ചു ചോദിച്ചോ ഇങ്ങനെയൊക്കെയാ പറഞ്ഞിട്ടില്ലേ, എന്നിട്ട് എന്നെ എന്തൊക്കെയാ പറഞ്ഞാ മതി. അഖിൽ, മനസ്സിലാകും. അഖിലാണ് ഈ ഞെട്ടിക്കുന്ന തൊഴിൽ പീഡനത്തിന്റെ വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്നാണ് ഈ വിവരം വരുന്നത്. ഞെട്ടിക്കുന്ന തൊഴിൽ പീഡനത്തിന്റെ ഓരോ കാര്യങ്ങളുമാണ് പരാതിക്കാരനായ അഖിൽ കൂടി പറയുന്നത്. മാർക്കറ്റിംഗ് കമ്പനിയിൽ ടാർഗറ്റ് പൂർത്തിയാകാത്തവരെ കഴുത്തിൽ വെൽറ്റിട്ട് നടത്തിക്കുകയാണ് മാനേജർ. ഒപ്പം അതിക്രൂരമായ തൊഴിൽ പീഡനവും. ഹിന്ദുസ്ഥാൻ പവർ ലിമിറ്റഡ് സ്ഥാപനത്തിൽ നടന്ന തൊഴിൽ പീഡനത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ നിന്നും പ്രേക്ഷകർ കേട്ടത്. അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.